കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് മീറ്റിങ്ങിൽ ഒരു ലേഡി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് വന്നത്. പിന്നെ സപ്പോർട്ട് വർക്കറും ആയിട്ട് അത് രണ്ടും കൂടെ ആയിട്ടാണ് അവരിവിടെ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കനേഡിയൻ ലൈഫിൻ്റെ ആ ഒരു ആദ്യ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഏത് രാജ്യത്താണെങ്കിലും ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഉള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ. അങ്ങനെ ആ ഡിഫിക്കൽട്ടിയും ആ ഒരു ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വന്ന ടൈമിൽ. അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ഓരോ ക്യാൻസും ഒക്കെ അതെല്ലാം പെറുക്കാൻ പോയി. പിന്നെ 3 ജോലി എങ്ങാണ്ട് അവർ ഒരു ദിവസം തന്നെ ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ അത്ര പോവർട്ടിയാണ് അവരുടെ ഫാമിലി ലൈഫിൽ. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഒരു മഗ്ഡിയുടെ മീൽസ് പോലും മേടിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഒരു ദിവസം അവരുടെ ഫാദറിന് ഒരു $100 അയച്ചു കൊടുക്കാമെന്നൊക്കെ ചോദിച്ചു. അതുപോലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെന്ന്. അന്ന് ഭയങ്കര കരച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവർക്ക്. അങ്ങനെ ലൈഫ് മൂവ് ഓൺ ആയി കഴിയുമ്പോൾ 2018 ഇവർ ഈ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അവർ കണ്ടു. പക്ഷേ അവർക്ക് ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു അവരും. പിന്നെ അവർ ഈ ഒരു കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. പിന്നെ 2019 ഈ സെയിം ഓപ്പർച്യൂണിറ്റി തന്നെ അവരത് കണ്ടു. അങ്ങനെ ഈ 2019 അവർക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വർഷം തന്നെ അവരുടെ ജോലിയും അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ മേലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അവരുടെ അടുത്തു ഈ ഒരു ബിസിനസ്സിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബിക്കോസ് അവർക്ക് അത് മൂവ് ചെയ്യാൻ പോലും മേലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവർക്ക് ആ ആക്സിഡൻറ്റ് കൊണ്ട് പറ്റിയത്. 6 വർഷമായിട്ട് പുള്ളിക്കാരി ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം ഈ 6 വർഷം കൊണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. ആ ഒരു പോവർട്ടി എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർ മാറി. ഇപ്പം നമ്മുടെ ഈ ബിസിനസ്സിൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആളെന്ന് പറയാൻ നമുക്ക് പറ്റും. അപ്പം അവർ പറയായിരുന്നു അവരുടെ കസിൻസിനെയും എല്ലാവരെയും കാനഡയിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 10 പേരെ കണ്ടുണ്ടായിരുന്നു. അവരെല്ലാം കൊണ്ടുവന്നു അവരെ ഇവിടെ എല്ലാം സെറ്റിലാക്കി. അപ്പോൾ അവർക്ക് ഈ ഒരു ബിസിനസ്സിലൂടെയാണ് ഇതെല്ലാം അവർക്ക് സാധിച്ചതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്താണ് ഞാൻ ഈ ഒരു ബിസിനസ് എന്ന് ഞാൻ പറയാം. ഇതെന്ന് പറയുന്ന അട്രാക്ഷൻ മാർക്കറ്റിംഗ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും സെല്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ആരെയും റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒന്നും നമ്മൾ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ. ഇപ്പം ഞാനാണെങ്കിലും ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനും. അപ്പോൾ അവരത് പഠിച്ച് അവർ തന്നെ ചെയ്യുന്നതിനും വരെ ഞാനത് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ എത്ര ബിസി ആണെങ്കിലും നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 24/7 ഇത് ബാക്ക് എൻഡിൽ വർക്ക് ആയിക്കോളും. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓവറോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കൂടാതെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളും അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ ഒരു ബിസിനസ് നോക്ക്, നമുക്ക് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ചെയ്താൽ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ സക്സസ് ആകുന്നതിനും വരെ അതിൻ്റെ കൂടെ തന്നെ ഞാനും